സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ അധീന തുടരുന്നു. അവതരണം സിന്ധു അശോക്. അവൻ തലമൂടുന്ന വിധം കടം കയറ്റി വെച്ചു. അതിനിപ്പോൾ ഞാൻ എന്നാ വേണം? ഞാൻ പട്ടിണി കിടക്കണോ? അല്ല, കടം വന്നത് ഭാനുവേച്ചിയെ ചികിത്സിച്ചിട്ടല്ലേ. ഇപ്പം കിടപ്പാടം പോലും വല്ലവൻ്റെയും കയ്യിലല്ലേ. അതിന് അമ്മ എന്തു പിഴച്ചു? അമ്മ എന്തിനു പട്ടിണി കിടക്കണം? ആ, അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്, പാച്ചിയമ്മ ഉത്സാഹത്തോടെ പറഞ്ഞു. നിനക്കറിയാമല്ലോ, എനിക്ക് വല്ലതും കഴിക്കണേൽ ഇത്തിരി ഇറച്ചിയും മീനും ഒക്കെ വേണം. പിന്നെ എനിക്കറിയത്തില്ലേ, ഞാനതൊക്കെ മേടിച്ചു. പക്ഷേ അവനത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കാശ് തീർത്തുവെന്ന്. അല്ല, അതൊക്കെ വാങ്ങിയാലും അമ്മ മാത്രമാണോ കഴിക്കുന്നത്? രമണേട്ടനും പിള്ളേരും കൂടിയല്ലേ? അതെ, ഒക്കെ വാങ്ങി പാടുപെട്ട് വെച്ചുണ്ടാക്കി അവനും പിള്ളേർക്കും കൊടുക്കുകയും വേണം. വഴക്കും കേൾക്കണം. അത് നടപ്പില്ലെന്ന് പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. രേവതി ഒന്നാലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിലും ഞാൻ പറയണമെന്ന് കരുതിയതാ. അമ്മയ്ക്ക് ഇത്രയും പ്രായമായി. എത്ര നാൾ ഇങ്ങനെ വെച്ചും വിളമ്പിയും കൊടുക്കാൻ കഴിയും? എന്ന് വെച്ച് ഇതൊക്കെ ചെയ്യാൻ വേറെ ആരിയ്ക്കുന്നടി? ആളെ കൊണ്ടുവരണം. രേവതി പെട്ടെന്ന് പറഞ്ഞു. ആളെ കൊണ്ടുവരാനോ? പാച്ചിയമ്മ മനസ്സിലാകാതെ മകളെ നോക്കി. അതേമ്മേ, രേവതി വിവരിച്ചു. ഞാൻ പറഞ്ഞത് രമണേട്ടനെ കൊണ്ട് ഒരു രണ്ടാം വിവാഹം ചെയ്യിക്കുന്നതിനെക്കുറിച്ചാണ്. അത് ഇത്ര പെട്ടെന്ന്? പാച്ചിയമ്മ സന്ദേഹിച്ചു. പെട്ടെന്ന് വേണമെന്ന് ഞാനും പറഞ്ഞില്ലമ്മേ. രമണേട്ടന് വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. എന്തായാലും ഒരു തുണയില്ലാണ്ട് പറ്റുമോ? അത് ശരിയാ. ഉള്ളതാണെങ്കിൽ 2-3 പെൺപിള്ളേര്. അതുങ്ങൾ പ്രായമായി വരുമ്പോൾ അമ്മയ്ക്ക് അവരെ എത്രമാത്രം നോക്കാനും സൂക്ഷിക്കാനും കഴിയും? നീ പറഞ്ഞത് ശരിയാ. എനിക്കാണെങ്കിൽ എന്നും നടുവേദനയും കാലുകടച്ചിലുമാ. എന്നും ഇങ്ങനെ ഒരു വീട്ടിലെ പണി മുഴുവൻ ചെയ്യാൻ പറ്റുമോ? അമ്മയെക്കൊണ്ട് പറ്റുകയില്ല, രേവതി അടിവരയിട്ട് പറഞ്ഞു. 5-6 മാസം കഴിയുമ്പോൾ ഒരു കല്യാണത്തിൻ്റെ കാര്യം രമണനോട് പറയണമെന്ന് ഞാനും വിചാരിച്ചതാടി, പാച്ചിയമ്മ പറഞ്ഞു. അതു മതി. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് രമണേട്ടനെ അതിന് നിർബന്ധിക്കണമെന്ന് ഇവിടെ സോമേട്ടനും പറഞ്ഞിരുന്നു. ഒന്ന് കെട്ടി ബന്ധം പിരിഞ്ഞ ഒരുത്തിയോ ഭർത്താവ് മരിച്ച ഒരുത്തിയോ ആണ് നല്ലത്. പ്രസവം നിർത്തിയതുകൂടിയായാൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇനിയും പിള്ളേരുണ്ടായെന്ന് വരും. ഇപ്പോഴുള്ള പിള്ളേരെ കാര്യമായിട്ട് നോക്കണമെങ്കിൽ ഇനിയും ഉണ്ടാകാതിരിക്കണം. അതെ, നല്ല സ്നേഹമുള്ളത് ആ 3 പെൺകുച്ചങ്ങളും. ആദിമോളാണെങ്കിൽ എപ്പോഴും എന്നെ സഹായിക്കാൻ വരും. പാവം, പാച്ചിയമ്മ അനുദമിച്ചു. അവൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യട്ടമ്മേ. 10-11 വയസ്സ് കഴിഞ്ഞില്ലേ. കണ്ടാൽ അതിൽ കൂടുതൽ തോന്നിക്കുകയും ചെയ്യും. അതുകൊണ്ടല്ല രേവതി, അവൾ നല്ല മിടുക്കിയായി പഠിക്കും. നല്ല അറിവും ബുദ്ധിയും അവൾക്ക്. സ്കൂളിൽ ഒന്നാമതായി എപ്പോഴും. അവളെ അടുക്കളയിലിട്ട് പണിയിപ്പിച്ചാൽ പഠിത്തം പോകുവേലേ. അത് തന്നെ ആമേ ഞാൻ പറഞ്ഞത്. രമണേട്ടൻ വേറൊരുത്തിയെ കൊണ്ടുവരണമെന്ന് രേവതി വീണ്ടും പറഞ്ഞു. ആ, അതേതായാലും വേണം. കുറച്ചു നാൾ കഴിയട്ടെ. നമുക്കെല്ലാവർക്കും കൂടി അവനെ നിർബന്ധിക്കാം. ഭാനുവിനെ വലിയ സ്നേഹമായിരുന്നു അവന്. എന്നാലും നമ്മളെല്ലാവരും കൂടി പറഞ്ഞാൽ അവൻ സമ്മതിക്കും. എല്ലാവർക്കും കൂടി നിർബന്ധിക്കാം അമ്മേ. പാച്ചിയമ്മയ്ക്ക് ആശ്വാസമായി. ഉച്ചവരെ രമണനോടുള്ള വാശിയോടെ പാച്ചിയമ്മ ഇരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ അവർക്ക് വിഷമം തോന്നി. രേവതി, ഞാൻ തിരിച്ചു പോകുക. പാച്ചിയമ്മ സഞ്ചി എടുത്തു കഴിഞ്ഞു. എന്താമ്മ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകുന്നത്? രേവതി അമ്പരന്നു. സ്കൂളിൽ നിന്ന് വരുമ്പോൾ പിള്ളേര് തന്നെയാവില്ലേ മോളെ അവിടെ? രമണേട്ടൻ സന്ധ്യയ്ക്ക് വണ്ടിയെന്നിറങ്ങി വരത്തില്ലേ? ഇന്നലെ അവൻ വന്നത് പാതിരാത്രിയിലാ. ഇന്ന് അമ്മയോടെ ഇല്ലെന്നറിഞ്ഞിട്ടല്ലേ രമണേട്ടൻ പോയത്. സന്ധ്യയ്ക്ക് മുമ്പേ എത്തിക്കോളും. എന്നാലും പാച്ചിയമ്മ ഒന്ന് സന്ദേഹിച്ച് നിന്നു. അമ്മയ്ക്കല്ലേലും മകനും മരുമകളും അവരുടെ പിള്ളേരും മതി. ഞാനും സോമേട്ടനും എൻ്റെ കുഞ്ഞുങ്ങളും അമ്മയ്ക്ക് ആരുമല്ല. എന്നും വേർതിരിവ. ഈർഷ്യയോടെ രേവതി തുറന്നടിച്ചു. അമ്മ ഇവിടെ അന്തി ഉറങ്ങണ്ട, വേഗം പൊയ്ക്കോ. പാച്ചിയമ്മ ധർമ്മസങ്കടത്തിലായി. മകളാണെങ്കിലും രേവതിയുടെ സ്നേഹത്തിന് ഒരു ദിവസത്തെ ആയുസേ ഉണ്ടാകൂ. നാളെ നേരം പുലർന്നാൽ കാരണം എന്തെങ്കിലും കണ്ടുപിടിച്ച് കുറ്റം പറയും. പാച്ചിയമ്മയ്ക്ക് അതറിയാം. എങ്കിലും തീരുമാനിച്ചു, ഇന്ന് പോകണ്ട. ഒരു രാത്രി ഇവിടെ കഴിയാം. താൻ പിണങ്ങിപ്പോന്നത് കൊണ്ട് ട്രിപ്പ് തീർന്നാലുടൻ രമണൻ വീട്ടിലെത്തിക്കോളും. ഒരു ദിവസം അങ്ങനെ പോകട്ടെ, അവർ തീരുമാനിച്ചു. സോമനും കുഞ്ഞുങ്ങളും ഇനി വൈകുന്നേരമേ എത്തൂ. അവരെയും ഒന്ന് കാണാമല്ലോ. പാച്ചിയമ്മ എടുത്ത സഞ്ചി തിരിച്ചു വെച്ചു. വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേ അധീര ശ്രദ്ധിച്ചു. വീടിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. മുത്തശ്ശി വന്നില്ലേ ചേച്ചി? ആര്യ പറഞ്ഞു. എനിക്ക് വിശക്കുക. ആമി ചിണുങ്ങാൻ തുടങ്ങി. കരയാതെ കുട്ടാ. ആമിയുടെയും തൻ്റെയും ഭാഗമായി അവളെയും ചേർത്ത് പിടിച്ച് തലോടിക്കൊണ്ട് അധീന വാതിൽ തുറന്നു. ഈ ചേച്ചി ഇപ്പം തന്നെ ചായ ഉണ്ടാക്കി തരാം. രാവിലത്തെ ഉപ്പുമാവും തരാം, അധീന അനീത്തിമാരോട് പറഞ്ഞു. രണ്ടാളും വേഗം യൂണിഫോം മാറ്റിയിട്ട് വന്നോളൂ.
ആം. ഇരുവരും അനുസരണയോടെ അകത്തേക്ക് ഓടിക്കയറി. അധീനയും വേഗം യൂണിഫോം മാറ്റി. എന്നിട്ട് മറ്റൊരു മിടിയും ടോപ്പും എടുത്തു ധരിച്ചു. അടുക്കളയിലേക്ക് കയറി ഗ്യാസ് ഓണാക്കി. ചായയ്ക്ക് വെള്ളം വെച്ചു. രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവ് മിച്ചം വന്നത് അവൾ 3 പ്ലേറ്റുകളിലായി വിളമ്പി. അതിൻ്റെ കൂടെ പഴവും എടുത്തു. ചായ കൂടി തയ്യാറാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് അവൾ വിളിച്ചു, ആര്യക്കുട്ടാ, ആമിയം കൂട്ടി വേഗം വാ. ഇരുവരും ഓടിയെത്തി. അനിയത്തിമാരെ കഴിപ്പിച്ചുകൊണ്ട് അധീനയും ഉപ്പുമാവും ചായയും കഴിച്ചു. അതിനുശേഷം ചൂലെടുത്ത് അവൾ മുറ്റം വൃത്തിയായി തൂത്തു. പിന്നെ ചെറിയ പുൽച്ചൂൽ ആര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോളും മുറിയൊന്ന് തൂത്ത് വൃത്തിയാക്ക്. ഇച്ചേച്ചിക്ക് തുണി കഴുകാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനിരിക്കാൻ കേട്ടോ. ആം. ആര്യ സമ്മതിച്ചു. എനിക്കും ചൂലുതാ, എനിക്കും മുറിയൊക്കെ തൂക്കണം. ആമി ചിണുങ്ങി. ഒരു ചെറിയ ചൂല് തപ്പിയെടുത്ത് അധീന ആമിയുടെ കയ്യിലും കൊടുത്തു. ഇല്ലെങ്കിൽ അവൾ ആര്യയുമായി വഴക്കുണ്ടാക്കും. അത് അടിയിലും കരച്ചിലിലും എത്തും. അനിയത്തിമാർ മത്സരിച്ച് തറ വൃത്തിയാക്കാൻ തുടങ്ങിയതോടെ മുഷിഞ്ഞ തുണികളുമായി അധീന പിൻമുറ്റത്തേക്ക് ഇറങ്ങി. സ്കൂൾ യൂണിഫോമും രമണൻ്റെ ബസ് യൂണിഫോമും മുണ്ടും ഷർട്ടും എല്ലാം കഴുകി അയയിൽ വിരിച്ചു തുടങ്ങി. സന്ധ്യയാകാറായി അലക്ക് കഴിഞ്ഞപ്പോൾ. അധീന ഭീതിയോടെ ഓർത്തു, മുത്തശ്ശി ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് അച്ഛനെ വിളിച്ച് പറയാം ഈ ചേച്ചി മുത്തശ്ശി വന്നില്ലെന്ന്. ആര്യ നിർദ്ദേശം വെച്ചു. അധീനയ്ക്കും തോന്നി അത് ശരിയാണെന്ന്. മുത്തശ്ശി വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പോയത്. ഭാനുവിൻ്റെ മൊബൈൽ അധീന തപ്പിയെടുത്തു. അതിൽ രമണൻ്റെ നമ്പർ എടുത്തു വിളിച്ചു. ക്ഷമിക്കണം, നിങ്ങളുടെ ബാലൻസ് തീർന്നിരിക്കുന്നു. ദയവായി ചാർജ് ചെയ്യുക. മൊബൈലിൽ നിന്ന് അറിയിപ്പ് കേട്ടു. അധീന വിഷമത്തോടെ ഫോൺ ഓഫാക്കി വെച്ചു. ഇനി എന്തു ചെയ്യും? അവൾ അനിയത്തിമാരുടെ മുഖത്തേക്ക് നിരാശയോടെ നോക്കി. അവരുടെ മുഖങ്ങളും വാടിയിരുന്നു. രാത്രി 7 മണിക്ക് ലാസ്റ്റ് ട്രിപ്പ് തീർന്നു വണ്ടി ഗ്യാരേജിൽ കയറ്റിയിട്ട് രമണൻ ഇറങ്ങി. യൂണിഫോം മാറ്റി വേറെ ഡ്രസ്സ് ധരിച്ച് രമണൻ വേഗം പുറത്തേക്ക് നടന്നു. രമണേട്ടൻ പോകുവാണോ? വിജയൻ അടുത്തു വന്ന് ചോദിച്ചു. പ്രകാശനും കൂടെയുണ്ട്. പോകണം വിജയ, താമസിച്ച് വീട്ടിലെത്തുന്നതിന് അമ്മ എന്നും വഴക്കാണ്, രമണൻ പറഞ്ഞു. നമുക്കൊരു ഷെയർ അടിച്ചിട്ട് പോകാമെന്ന് കരുതി പറഞ്ഞതാ. രമണേട്ടനും ധൃതിയാണേൽ പൊയ്ക്കോ, വിജയൻ പറഞ്ഞു. രമണൻ സന്ദേഹിച്ചു. ഇന്നലെ അവർ വാങ്ങിയത് പാതിരാത്രി വരെ അവർക്കൊപ്പം ഇരുന്ന് കഴിച്ചതാണ്. ഇന്ന് മൂവരും ഷെയർ എടുത്ത് വാങ്ങാമെന്ന് പറയുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത് മോശമല്ലേ? ഷെയർ ഇടാൻ മടിച്ചിട്ടാണെന്ന് അവർ കരുതില്ലേ? രമണൻ പുഞ്ചിരിച്ചു. ഷെയർ ഇടാം, അയാൾ പറഞ്ഞു. വിജയനും പ്രകാശനും സന്തോഷമായി. മൂവരും ഒരുമിച്ച് ട്രാവൽസിൽ നിന്ന് വെളിയിലേക്ക് കടന്ന് ഇരുട്ടിൽ മറഞ്ഞു. രാത്രിയാകും തോറും അധീനയ്ക്ക് ഭയമായി. ആര്യയ്ക്കും ആമിക്കും അതിലേറെ പേടി തോന്നി. അച്ഛൻ എന്തായി ചേച്ചി വരാത്തെ? ആമി ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടിരുന്നു. അധീന തൻ്റെ ഭയം മറച്ചു വെച്ചുകൊണ്ട് അനിയത്തിമാരെ ധൈര്യപ്പെടുത്തി. അച്ഛൻ്റെ ജോലി തീർന്നിട്ടില്ല പൊന്നുകുട്ടി. അധീന അവളെ ചേർത്തു പിടിച്ച് തലോടി. ജോലി തീരുമ്പോൾ അച്ഛനിങ്ങ് വരില്ലേ? വരുവോ? പിന്നെ വരാതെ. അച്ഛൻ വരുന്നത് വരെ ഇച്ചേച്ചിയെ കെട്ടിപ്പിടിച്ചിരുന്നു. ആമി അധീനയെ കെട്ടിപ്പിടിച്ചു. ഇവൾക്ക് വല്ലാത്ത പേടിയാ. ആര്യ ആമിയെ കളിയാക്കി. എങ്കിലും നിരങ്ങിയും നീങ്ങിയും അവളും അധീനയെ തൊട്ടിരുന്നു. മൂവരും ഹോംവർക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. അച്ഛൻ വന്നു. മൂവരും ഒരുപോലെ ചാടി എണീറ്റു. ധൈര്യവും ആശ്വാസവും ഒരുപോലെ അവർക്ക് തിരിച്ചു കിട്ടി. മൂവരും വാതിൽക്കലേക്ക് ഓടി. അകത്തുനിന്ന് കുറ്റിയിട്ടിരുന്ന വാതിൽ അവർ വലിച്ചു തുറന്നു. പക്ഷേ പുറത്ത് രമണനായിരുന്നില്ല. പകരം 6 അടി ഉയരമുള്ള അജാനുബാഹുമായ മറ്റൊരാൾ, ബ്ലേഡ് പുന്നൂസ്. അവനില്ലേടി കൊച്ചേ ഇവിടെ? നിന്റെ തന്ത രമണൻ? പരുവരുത്ത സ്വരത്തിൽ രമണൻ ചോദിച്ചു. അധീന തുറച്ചു നോക്കി. ബ്ലേഡ് പുന്നൂസ്. ആ പരുഷ മുഖം കണ്ടതേ അധീനയുടെ മുഖം കടുത്തു. മനസ്സിൽ വെറുപ്പ് തിങ്ങി. അമ്മയുടെ വെള്ള പുതച്ച ശരീരം അധീനയുടെ മനസ്സിൽ തെളിഞ്ഞു. ഈ പറമ്പിൽ ഈ ശവം ദഹിപ്പിക്കാൻ സമ്മതിക്കില്ല. ഏതെങ്കിലും പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ആ ശബ്ദം ചെവിയിൽ മുഴുങ്ങിയതോടെ മുമ്പിൽ നിൽക്കുന്ന ബ്ലേഡ് പുന്നൂസിന് കഥകളിയിലെ ദുശാസനൻ്റെ രൂപമാണെന്ന് അധീനയ്ക്ക് തോന്നി. അവൾക്ക് ഭയവും വെറുപ്പും ഉണ്ടായി. എന്താടി, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? പുന്നൂസിന് അരിശം വന്നു. ചോദിച്ചത് കേട്ടില്ലേടി? നിന്റെ തന്ത എന്തിയെന്ന്? അച്ഛൻ ഇവിടെയില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ദേഷ്യവും നീരസവും മറയ്ക്കാതെ തന്നെ അധീന പറഞ്ഞു. പലിശ മുടങ്ങാതെ തന്നോളാന്ന് ഇന്നാളും വന്ന് അവനെൻ്റെ കാലിൽ വീണു പറഞ്ഞതാ. തരുന്നെങ്കിൽ തരട്ടേന്ന് കരുതി ഞാൻ അല്പം ക്ഷമിച്ചു കൊടുത്തു. പക്ഷേ പിന്നെ അവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മുതലും പലിശയും കൊണ്ട് വീണ്ടും കൂടി വരികയാണ്. അച്ഛൻ കാശ് തന്നോളും. അങ്ങനെ നിന്റെ അച്ഛൻ്റെ സൗകര്യത്തിൽ തന്നാൽ പോരടി. പുന്നൂസ് ചീറി. എനിക്ക് അവനെ കണ്ട് സംസാരിക്കണം. നിന്റെ തന്ത മുറിക്കകത്തെന്താടി ഒളിച്ചിരിക്കുകയാണോ?
ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവനെ അങ്ങോട്ട് ചെന്ന് കണ്ടോളാം വേടി. ആവശ്യം എൻ്റെയല്ലേ? അല്ല പിന്നെ. ബ്ലേഡ് പുന്നൂസ് ഒട്ടും മടിക്കാതെ വാതിൽക്കിലേക്ക് രണ്ടടി വെച്ചു. അകത്തേക്ക് കയറാനായി അയാൾ വലതുകാൽ നീട്ടി. അച്ഛൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? വാതിൽപ്പടിയിലേക്ക് അയാളെ തടഞ്ഞിട്ടെന്നവണ്ണം അധീന കയറി നിന്നു. ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ബ്ലേഡ് പുന്നൂസ് അവളെ ഒന്ന് ശ്രദ്ധിച്ചു. വാതിൽപ്പടിയുടെ നടുവിൽ കയറി നിൽക്കുകയാണവൾ. അയാളുടെ മിഴികൾ അംഗപ്രത്യംഗം അവളെ ഒന്ന് ശ്രദ്ധിച്ചു. വിടരുന്ന ഒരു പനിനീർമുട്ട് തന്നെ. അവളെ തൊട്ട് അവൾക്ക് ഇരുവശത്തും പടയാളികളെപ്പോലെ കയറി നിൽക്കുന്നു ആമിയും ആര്യയും. അപ്പോൾ മക്കൾ ഇവിടെ തനിച്ചേയുള്ളെന്ന് പറഞ്ഞത് സത്യമാണല്ലേ? അയാൾ ചോദിച്ചു. അതെ, സത്യമാണ്, അധീന അമർഷത്തോടെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് അച്ഛൻ ഇവിടെയുള്ളപ്പോൾ വന്ന് കാശ് ചോദിച്ചാൽ മതിയെന്നു. ഓ, നീ ആള് മോശമല്ലല്ലോടി, കാന്താരി തന്നെ, അമ്പടി വീരത്തി. ഈണത്തോടെ വിളിച്ചുകൊണ്ട് അയാൾ മുഖത്തൊരു സ്നേഹവും വാത്സല്യവും വരുത്തി. എന്നിട്ട് വലതുകരം നീട്ടി അധീനയുടെ കവിളിൽ തലോടി. ഇടതുകരം അവളുടെ തോളിലും അമർത്തി. ഓ, ഈർഷ്യയോടെ അവൾ ആ കരം തട്ടിമാറ്റി. ഒന്ന് തൊട്ടാൽ എന്താടി അസത്തെ? അയാൾ അവളുടെ കവിൾത്തടം നോവും വിധം അമർത്തിപ്പിടിച്ചു. തൊട്ടാൽ കുഴപ്പമുണ്ടടോ, അതല്ലേ അവൾ കൈ തട്ടിമാറ്റിയത്. എന്നിട്ട് നാം കയറി പിടിക്കുന്നു. വിടടോ. പെട്ടെന്നായിരുന്നു പുന്നൂസിൻ്റെ കൈത്തട്ടയിൽ ആഞ്ഞൊരു തട്ട് കിട്ടിയത്. അയാൾ പിന്നോക്കം ആഞ്ഞ് പാടുപെട്ട് വീഴാതെ പിടിച്ചു നിന്നു. അയാളുടെ അമ്പരന്ന വട്ടക്കണ്ണുകൾക്ക് മുന്നിൽ കത്തുന്ന ഒരു മുഖവുമായി ഒരു പയ്യൻ, അനന്തു. അവൻ്റെ നേർത്ത അധരങ്ങൾക്ക് മുകളിലെ പൊടുമീശ പോലും രോഷം കൊണ്ട് എഴുന്നു നിന്നു. നീ ആരാടാ? ബ്ലേഡ് പുന്നൂസ് രോഷത്തോടെ അനന്തുവിന് നേരെ തട്ടിക്കയറി. ഞാൻ ആരായാലും താനതറിയണ്ട. തനിക്ക് ഈ രാത്രിയിൽ ഇവിടെ ഒരു കാര്യമില്ല. താനങ്ങ് പോയാട്ടെ. ഒട്ടും ഇളകാതെ നിന്ന് അതേ രോഷത്തോടെ അനന്തു പുറത്തേക്ക് വിരൽ ചൂണ്ടി. പണത്തിൻ്റെ കാര്യവും പലിശയുടെ കാര്യമൊക്കെ പകൽ സമയത്ത്, രാത്രിയിൽ ആ പണി വേണ്ട. എന്നെ നിനക്ക് ശരിക്കറിയില്ലടാ. പുന്നൂസ് പല്ലുകൾ കടിച്ചു പിടിച്ചു. പോടാ, പുച്ഛത്തോടെ അനന്തു പറഞ്ഞു. ശവം മുന്നിൽ വെച്ച് അതിനു മുകളിൽ പലിശ കണക്ക് പറഞ്ഞ് തന്നെ ആർക്കാടോ ശരിക്കറിയാത്തത്? എടാ നീ, പുന്നൂസ് രോഷത്തോടെ ഒരടി മുന്നോട്ട് വെച്ചു. മര്യാദയ്ക്ക് താൻ പോണം, അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടുകാരെ വിളിച്ചു കൂട്ടും. എന്നിട്ട് താൻ അധീനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്ന് വിളിച്ചു പറയും. തനിക്കറിയാലോ സ്ത്രീപീഡനത്തിലും ബാലപീഡനത്തിലുമൊക്കെയുള്ള ശിക്ഷ. കേസിൽ അകപ്പെട്ടാലുള്ള അവസ്ഥ. അതോ ഞാൻ പറഞ്ഞു തരണോടോ? അനന്തുവിൻ്റെ കണ്ണുകളിൽ ഉച്ചസൂര്യൻ കത്തുന്നത് കണ്ടതോടെ പുന്നൂസ് അധൈര്യപ്പെട്ടു. ചെക്കൻ ആള് മോശക്കാരനല്ല. അയാൾ പിൻവലിഞ്ഞു. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാമെടാ. പുന്നൂസ് മുറ്റത്തേക്കിറങ്ങി. എടുത്തോ, അനന്തു നിസ്സാരമായി പറഞ്ഞു. എടുക്കാൻ മറക്കല്ലേ. 14 വയസ്സിൻ്റെ ത്രസിപ്പും ബ്ലേഡ് പുന്നൂസിനോടുള്ള വെറുപ്പും അവൻ്റെ സ്വരത്തിലുണ്ടായിരുന്നു. മഞ്ഞയും കറുപ്പും നിറത്തിൽ ക്രോസ് വരകളുള്ള ടീഷർട്ടും കൈലിമുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. പുന്നൂസിനോടുള്ള ദേഷ്യം തീർക്കുന്നത് പോലെ അവൻ കൈലിമുണ്ടിൻ്റെ അറ്റം വലതുകാൽ കൊണ്ട് തട്ടി കൈത്തലത്തിൽ പിടിച്ച് വേഗം മടക്കി കുത്തി. കൗമാരത്തിൻ്റെ എല്ലാ സ്മാർട്ട്നെസ്സുമുള്ള ഒരു കൊച്ചു സുന്ദരനാണവൻ. പുന്നൂസ് വഴിയിലേക്കിറങ്ങി ധൃതിയിൽ മറിഞ്ഞതും ചെറിയൊരു പുഞ്ചിരി അതരക്കോണിൽ ഒളിപ്പിച്ച് അവൻ തിരിഞ്ഞു നോക്കി. അമ്പരപ്പും നന്ദിയും കലർന്ന മിഴികളോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അധീന. അനന്തേട്ടൻ ഇപ്പോൾ വന്നത് നന്നായി. ഞങ്ങൾ വല്ലാണ്ട് പേടിച്ചിരിക്കുമായിരുന്നു, അധീന പറഞ്ഞു. അയ്യടാ, അവൻ നമ്മളോടാ കളിക്കുന്നേ. എന്നിട്ട് ചമ്മിപ്പോയ പോക്ക് കണ്ടില്ലേ? അനന്തു അല്പം വീരസ്യം നടിച്ചു. അല്ല, അവനെപ്പോലെയുള്ള മൃഗങ്ങളെ മുറ്റത്തേ നിർത്താവൂ. നിന്നോട് ആര് പറഞ്ഞു അയാളെ വരാന്തയിലോട്ട് കയറ്റാനും നിന്ന് സംസാരിക്കാനും? അധികാരപ്പെട്ടവനെ പോലെ അവൻ അവളെ ശാസിച്ചു. അവൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ ശാസനയാണതെന്ന് അധീനയ്ക്ക് മനസ്സിലായി. ആ സ്നേഹത്തിൻ്റെ തൂവൽ സ്പർശം അവളുടെ മനസ്സിനെ ഒന്ന് തൊട്ടു, കണ്ണുകളെ നനയിച്ചു. അവൻ അത് കണ്ടു. നീ കരയല്ലേ ആദി. കരയാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. അവൾ കണ്ണുകൾ പുറംകൈകൾ കൊണ്ട് തൂത്തു. അവൻ്റെ സ്വരം മൃദുവായി. രമണേട്ടൻ ഇതുവരെ വന്നില്ല അല്ലേ? ഇല്ലെന്ന് അവൾ തലയാട്ടി. അച്ഛനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലായിരിക്കും, അതാ വരാത്തെ, ആര്യ പറഞ്ഞു. അനന്ത് പുഞ്ചിരിച്ചു. ചിലപ്പോൾ ശരിയായിരിക്കും, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലായിരിക്കും. എന്നാലും രാത്രി ഇപ്പോൾ 8:30 രമണേട്ടൻ അറിയില്ലേ നിങ്ങളിവിടെ തനിച്ചാണെന്ന്? അറിയാം. അധീനയുടെ സ്വരം താഴ്ന്നു. എന്നിട്ടും വരാത്തത് എന്താന്നാ ഞാൻ ഓർക്കുന്നത്? അവൻ സ്വയം ചോദിച്ചു. അനന്തേട്ടൻ അന്വേഷിച്ചു വന്നതായിരുന്നോ? അധീന ചോദിച്ചു. അല്ലാതെ ഈ സമയത്ത് ഇവിടെ എത്തേണ്ട യാതൊരു ആവശ്യവുമില്ലല്ലോ എന്ന് അവൾക്ക് തോന്നി. ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വന്നതൊന്നുമല്ല. പിന്നെ ആ ബ്ലേഡ് ദുഷ്ടൻ ഈ മുറ്റത്തേക്ക് കയറുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് വന്നതാ. ഊവോ? അവളുടെ മിഴികളിൽ അമ്പരപ്പ് നിറഞ്ഞു. അതെ. നേർത്ത ചിരിയിൽ അതീവ താല്പര്യത്തോടെ അനന്തു തുടർന്നു. പാച്ചിമുത്തശ്ശി രാവിലെ പിണങ്ങിപ്പോകുന്നത് കണ്ടായിരുന്നു. വൈകിട്ട് തിരിച്ചു വന്നില്ലെന്നും മനസ്സിലായി. രമണേട്ടൻ വരുന്നതുവരെ നിങ്ങളിവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്കറിയാമായിരുന്നു.
ആംഗ്യം കാട്ടുന്നത് പോലെ അവൻ അഭിനയിച്ച് ഉത്സാഹത്തോടെ തുടർന്നു. ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് ഞാൻ ഞങ്ങളുടെ മതിലിൽ കയ്യും കെട്ടിയിരിക്കുകയായിരുന്നു. രമണേട്ടൻ വന്നിട്ട് വീട്ടിലേക്ക് കയറി പോകാമെന്ന് കരുതി ഇരിക്കുമ്പോഴല്ലേ അയാളുടെ വരവ്. അയാൾ ഒട്ടും നല്ലവനല്ല അതി, ദുഷ്ടനാ, അങ്ങനെ എല്ലാവരും പറയുന്നത്. അതാ ഞാൻ അപ്പോഴേ ഓടി വന്നത്. എനിക്കറിയായിരുന്നു അയാൾ അധിയെ ഉപദ്രവിക്കുമെന്ന്. ഇപ്പോൾ കണ്ടില്ലേ? അധീന മിണ്ടിയില്ല. ബ്ലേഡ് പുന്നൂസിൻ്റെ കൈകൾക്ക് വല്ലാത്ത ശക്തിയുണ്ടായിരുന്നു. കവിളിൽ അയാൾ പിടിച്ച ഭാഗത്ത് ഇപ്പോഴും വേദന നിലനിൽക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അമ്മയുണ്ടായിരുന്നെങ്കിൽ അധീന ഓർത്തുപോയി. എങ്കിൽ ഒരുത്തന് ഇവിടെ കയറി തന്നെ പിടിച്ചിങ്ങനെ നോവിക്കില്ലായിരുന്നു. എങ്കിലും അവൾ ആശ്വസിച്ചു. അച്ഛനില്ലാത്ത സമയത്ത് താനും അനിയത്തിമാരും ആപത്തിൽപ്പെടാതെ നോക്കാനും തങ്ങളെ രക്ഷിക്കാനും തൊട്ടടുത്തൊരാളുണ്ടല്ലോ, അനന്തേട്ടൻ. അതോർത്തപ്പോൾ സന്തോഷം കൊണ്ട് വീണ്ടും അധീനയുടെ കണ്ണു നിറഞ്ഞു. അനന്ത് കരുതിയത് പിന്നെയും അവൾ വിഷമിച്ച് കരയുകയാണെന്നാണ്. അവന് സങ്കടം വന്നു. ആദി കരയല്ലേ, ഞാനിവിടെ അടുത്തു തന്നെ ഉണ്ടല്ലോ. ഒരാൾ ഇവിടെ കയറി ആദി ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം കേട്ടോ. പറയുക മാത്രമല്ല, വലതു കൈയുടെ വിരൽ നീട്ടി പൂവിതൾ വീണ മഞ്ഞുതുള്ളികൾ നീക്കും പോലെ മെല്ലെ അവൾ ആദിയുടെ കണ്ണുനീർ തുടച്ചു. എടാ, പെട്ടെന്നാണ് ഒരലർച്ചയും കഴുത്തിന് പിന്നിൽ ആഞ്ഞൊരടിയും വീണത്. അനന്തു ഞെട്ടിത്തിരിഞ്ഞു. കത്തിപ്പടരുന്ന മട്ടിൽ രമണൻ നിൽക്കുന്നു പിന്നിൽ. അനന്തുവിൻ്റെ കഴുത്ത് വല്ലാതെ വേദനിച്ചു. ആരുമില്ലാത്ത തക്കം നോക്കി എൻ്റെ മോളെ ഉപദ്രവിക്കാൻ നോക്കുന്നോടാ. രമണൻ വീണ്ടും അനന്തുവിനെ കയറി പിടിച്ചു. അയ്യോ രമണേട്ടാ, ആ ബ്ലേഡ് പുന്നൂസ് ഇവിടെ വന്നു വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ട് വന്നതാ ഞാൻ, അനന്തു പറയാൻ ശ്രമിച്ചു. മിണ്ടിപ്പോകരുത് നീ, രമണൻ ചുണ്ടിനു മുകളിൽ ചൂണ്ടുവിരൽ തൊട്ട് അമർഷത്തോടെ പറഞ്ഞു. ഏതവൻ ഈ വീട്ടിൽ വന്നാലും അത് അന്വേഷിക്കാനൊന്നും പറഞ്ഞ നീയൊന്നും ഇവിടെ കയറി ഇറങ്ങണ്ട കേട്ടോടാ. രമണൻ അവൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളി. അവൻ മുറ്റത്തേക്ക് കമിഴ്ന്നടിച്ച് വീണു. അവൻ്റെ നെറ്റിയിലെ തൊലി പൊട്ടി ചോര കിനിഞ്ഞു. അധീന അത് കണ്ടു. അയ്യോ ചോര! അവൾ കരച്ചിലിൻ്റെ വക്കത്തെത്തി. നീ അകത്തു പോടി. രമണൻ അവളുടെ നേരെ കയർത്തു. അനന്തേട്ടൻ പറഞ്ഞത് സത്യമാച്ചാ. പലിശ കിട്ടിയില്ലെന്നും പറഞ്ഞ് ആ ബ്ലേഡ് പുന്നൂസ് ഇവിടെ വന്ന് ബഹളം വെച്ചു. അനന്തേട്ടൻ അന്നേരാ വന്നത്. മിണ്ടാതിരിക്കടി അസത്തെ. രമണന് അവൾ അനന്തുവിൻ്റെ സൈഡ് പറഞ്ഞത് ഒട്ടും ഇഷ്ടമായില്ല. എഴുന്നള്ളിച്ച് വന്ന് നിൽക്കാതെ അകത്തോട്ട് കയറിപ്പോടി. അയാൾ അവളെ അകത്തേക്ക് തള്ളിയിട്ടു. ആമിയും ആര്യയും ഭയന്ന് വീണ് കിടക്കുന്ന അധീനയുടെ അടുത്തേക്ക് അവർ ഓടിയെത്തി. രമണൻ കലിയോടെ മുറ്റത്തേക്ക് ചാടിയിറങ്ങി. പടി കടന്ന് പാഞ്ഞു. വടക്കേക്കര കവലയ്ക്കപ്പുറത്ത് ഒരു 2 നില കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലാണ് പുന്നൂസ് ഫൈനാൻസ്. രമണൻ നേരെ പോയത് അങ്ങോട്ടാണ്. ഫൈനാൻസിൻ്റെ ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ 2 ജോലിക്കാരുണ്ട്. കൊടുത്ത പണം പിരിച്ചെടുക്കാനും പണവും പലിശയും തിരികെ കൊടുക്കാത്തവരിൽ നിന്ന് അത് ബലമായി ഈടാക്കിയെടുക്കാനുമായി ഒരു ഗുണ്ടാസംഘവുമുണ്ട് ബ്ലേഡ് പുന്നൂസിന്. രമണൻ ചെല്ലുമ്പോൾ ജോലിക്കാർ പോയി കഴിഞ്ഞിരുന്നു. അന്ന് പിരിഞ്ഞു കിട്ടിയ മുതലും പലിശയും ഒറ്റയ്ക്കിരുന്ന് എണ്ണി തിട്ടപ്പെടുത്തുകയായിരുന്നു പുന്നൂസ്. രമണൻ്റെ മുഖം പെട്ടെന്ന് വാതിൽകൾ കണ്ടപ്പോൾ ഗുണ്ടാസംഘത്തിലെ ഏറ്റവും വിശ്വസ്തനായ ക്രിസ്റ്റി അകത്തേക്ക് ഓടിച്ചെന്നു. പുന്നൂസേട്ടാ, ദേ ആ രമണൻ പാഞ്ഞു വരുന്നുണ്ട്, സൂക്ഷിക്കണം. എണ്ണിക്കൊണ്ടിരുന്ന നോട്ടുകൾ പോലും ചിതറി വീഴും മട്ടിൽ പുന്നൂസ് ചാടി എഴുന്നേറ്റു. ആ ചീനിമുളക് പെണ്ണ് താൻ അവളെ കയറി പിടിച്ചെന്നെങ്ങാനും തന്തയോട് പറഞ്ഞു കേൾപ്പിച്ച് കാണും. ആ ചെക്കനും എരിവ് കയറ്റി കൊടുത്തു കാണും. പുന്നൂസിൻ്റെ ഉള്ളൊന്ന് വിറച്ചു. അയാൾ പുറത്തെ മുറിയിലേക്ക് ചെന്നു. കത്തിപ്പടരുന്ന മട്ടിൽ രമണൻ അവിടെ നിൽക്കുന്നു. സാറിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നായിരുന്നോ ഈ രാത്രിയിൽ? അയാളെ കണ്ടപാടെ രമണൻ ചോദിച്ചു. തിരിച്ച് തട്ടിക്കയറിയാൽ ഇവൻ ഒതുങ്ങും. ആ നയമാണ് പൊന്നു സ്വീകരിച്ചത്. പിന്നെ വരാതെ? എൻ്റെ പണം കിട്ടിയില്ലെങ്കിൽ ഏത് മുത്തപ്പൻ്റെ വീട്ടിലാണേലും ഞാൻ വരും, രാത്രിയാണേലും പകലാണേലും. പുന്നൂസിന് അതൊരു പ്രശ്നവും ഇല്ല, അറിയാലോ. രമണൻ അല്പം ഒതുങ്ങി. അതെനിക്കറിയാം. ഇപ്പോൾ നീ ഇങ്ങോട്ട് ഓടി വന്നത് എന്തിനാ? പണം തരാനാണോ? ആണേലും കാശും കെടുക്ക്. ഇല്ല, എൻ്റെ കയ്യിലിപ്പോൾ കാശില്ല. പിന്നെ വന്നതെന്തിന്? നിന്റെ തിരുമോന്ത കാണിക്കാനോ? അധികം വൈകാതെ ഞാൻ തന്നോളാം. രമണൻ്റെ സ്വരം കടുത്തു. അതിനുവേണ്ടി സാറിനി എൻ്റെ വീട്ടിലോട്ട് വരണ്ട. പുന്നൂസ് ഉണ്ടക്കണ്ണുകൾ ഉരുട്ടി വൃത്തം വരച്ചു. ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നില്ല. പക്ഷേ അവിടെ കയറി ഇറങ്ങിയും കിടക്കുകയൊക്കെ ചെയ്യുന്നവനുണ്ട്. നീ ആദ്യം അവനെ അങ്ങ് വിലക്ക്. പരിഹാസത്തോടെ പുന്നൂസ് പറഞ്ഞു. ആരാണെൻ്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത്? രമണൻ അന്താളിച്ചു. പുന്നൂസ് ഒന്ന് ചിരിച്ചു. തൻ്റെ മൂത്ത മോള് അദീന എന്നല്ലേ അവളുടെ പേര്? അവൾ വയസ്സറിയിച്ചതാണോടാ? അത് സാറെന്തിനാ അറിയുന്നേ? രമണൻ്റെ സ്വരം കടുത്തു. അല്ല, കണ്ടപ്പോൾ തോന്നി. ഞാൻ നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രി 8:30 അന്നേരം ആ ചെക്കൻ നിന്റെ വീട്ടിലുണ്ട്. രവീന്ദ്രൻ മാഷിൻ്റെ മകൻ അനന്തു. പുന്നൂസ് ഒരു പടി കൂടി കള്ളം പറഞ്ഞു.
രമണൻ്റെ കണ്ണുകൾ കുറുകി. കാലം വല്ലാത്തതാ. 10ഉം 12ഉം കഴിയുന്നതിന് മുമ്പേ എല്ലാം തികഞ്ഞോരാ ഇന്നത്തെ പെൺപിള്ളേരും ആൺപിള്ളേരും. നമ്മളൊക്കെ വളർന്ന കാലമല്ല. പോരാഞ്ഞിട്ട് തൻ്റെ കെട്ടിയോളും ഇല്ല. തള്ളയും കൂടെ ഇല്ലാണ്ടായതോടെ സ്വാതന്ത്ര്യമായെന്ന് പെണ്ണിന് തോന്നിക്കാണും. അതാ ആരുമില്ലാത്ത തക്കം നോക്കി അവൾ ആ ചെക്കനെ വിളിച്ചു വരുത്തിയത്. ഇളയത്തുങ്ങൾ രണ്ടും നരുന്തുകളല്ലേ, അതുങ്ങൾക്ക് എന്തറിയാം? അതുകൊണ്ട് എന്തുമാകാമെന്ന് ചെക്കനും ധൈര്യം തോന്നിയിട്ടുണ്ട്. ഉടനെ രണ്ടിനെ നിലയ്ക്ക് നിർത്തുന്നതാ തന്നെയാണ് നിനക്ക് നല്ലത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പുന്നൂസിൻ്റെ സ്വരത്തിൽ അമർഷവും പരിഹാസവും ഉണ്ടായിരുന്നു. രമണൻ തരിച്ചു നിൽക്കുകയാണ്. താൻ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച രമണൻ്റെ മനസ്സിൽ ചിത്രം പോലെ തെളിഞ്ഞു. അധീനയുടെ കവിളിൽ തലോടുന്ന അനന്തു, അതിനനുവദിച്ച് അനങ്ങാതെ നിൽക്കുന്ന തൻ്റെ മകൾ. രമണൻ വെട്ടിത്തിരിഞ്ഞു, പുറത്തേക്ക് കുതിച്ചു. അത് കണ്ട് പുന്നൂസ് അരികിലെത്തിയ ക്രിസ്റ്റിയോട് പറഞ്ഞു, ആ ചെക്കനും ആ പെണ്ണിനും ഇന്ന് കോള. പക്ഷേ പുന്നൂസേട്ടാ, ക്രിസ്റ്റി സ്നേഹത്തോടെ വിളിച്ചു, ആ പെണ്ണിനെ വെറുപ്പിച്ചാൽ അവൾ പിന്നെ അടിക്കില്ല. പുന്നൂസേട്ടൻ്റെ ലക്ഷ്യം പാളും. ചെറിയ പെൺപിള്ളേരോടുള്ള ആവേശവും പൂതി ഇനി അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. അടുത്ത നിമിഷം ക്രിസ്റ്റിയുടെ കവിളത്ത് ഒരടി പൊട്ടി. അതായിരുന്നു ബ്ലേഡ് പുന്നൂസിൻ്റെ മറുപടി. നീ എൻ്റെ പണിക്കാരനാ, ഉപദേഷ്ടാവല്ല. പുന്നൂസിൻ്റെ ശബ്ദമുയർന്നു. ഞാൻ ഉപദേശിച്ചതൊന്നുമല്ല പുന്നൂസേട്ടാ. അടികൊണ്ട കവിൾത്തടം മെല്ലെ തടവിക്കൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. പിന്നെ എന്താടാ, സ്ത്രീപീഡനത്തിനെതിരെയുള്ള ശിക്ഷയൊക്കെ കടുകട്ടിയാക്കിയത് അറിയാമല്ലോ. അതിന് ചെറിയ കുട്ടികളെ ഉപദ്രവിച്ച് അകത്തായാൽ പിന്നെ പുറലോകം കാണിക്കില്ല. ഇപ്പോൾ അതിവേഗ കോടതികളിലാണ് അത്തരം കേസുകൾ വിചാരണയ്ക്കെടുക്കുന്നത്. ഉടനെ ആ ശിക്ഷ. പുന്നൂസ് ഉറക്കെ ചിരിച്ചു. ആക്രാന്തം കാട്ടി അതുങ്ങളുടെ ജീവനെടുക്കാൻ പോയാലാടാ കുഴപ്പം. പുന്നൂസിനെ നീ പഠിപ്പിക്കണ്ട. അയാൾ ക്രിസ്റ്റിക്ക് നേരെ തിരിഞ്ഞു. അവളുണ്ടല്ലോ അധീന, പാകത്തിൽ പഴുത്തു വരുന്ന മാതള നാരങ്ങിയാണ്. അവളുടെ തന്ത രമണൻ പണം തരാത്തിടത്തോളം അവിടെ ഞാൻ കയറിയിറങ്ങുന്നത് എന്തിനാന്ന് ഒരു പട്ടി എന്നോട് ചോദിക്കില്ല. ചോദിക്കോടാ? പുന്നൂസ് വട്ടക്കണ്ണുകൾ മിഴിച്ച് ക്രിസ്റ്റിയുടെ നേർക്ക് നോക്കി. ഇല്ല, ക്രിസ്റ്റി തീർത്തു പറഞ്ഞു. പുന്നൂസ് വീണ്ടും ഉറക്കെ ചിരിച്ചു, അത് ആസ്വദിച്ച് തന്നെ. രമണൻ അപ്പോൾ തെക്കേലെ ഗേറ്റിന് മുന്നിലെത്തിയിരുന്നു. ഗേറ്റ് കടന്ന് അനന്തുവിൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് അയാൾ ചെന്നു. പിന്നെ സിറ്റൗട്ടിലേക്ക് കയറിക്കൊണ്ട് അത്യന്തം ഗൗരവത്തിൽ വിളിച്ചു, മാഷേ. ഹാളിലിരുന്ന് കുട്ടികളുടെ ഉത്തരക്കടലാസ് നോക്കുകയായിരുന്നു രവീന്ദ്രൻ മാഷ്. വേഗം ചെന്ന് വാതിൽ തുറന്നു. ആഹാ, രമണനോ? കയറി വാ. മാഷു ക്ഷണിച്ചു. കയറുന്നില്ല മാഷ്, മകനെ ഒന്ന് വിളിക്ക്, രമണൻ പറഞ്ഞു. നീ എന്താ രമണ ഗൗരവത്തിൽ? എന്തുണ്ടായി? എന്തിനാ അനന്തുവിനെ അന്വേഷിക്കുന്നത്? അവനെ വിളിക്ക്, ഞാൻ അവനോട് പറഞ്ഞോളാം. മാഷ് രമണനെ ശ്രദ്ധിച്ചു. മദ്യത്തിൻ്റെ മണം. നീ നന്നായി മദ്യപിച്ചിട്ടുണ്ടല്ലോ. മദ്യപിച്ചു? അതിനെന്താ? എനിക്കത്ര ലെവലുകേടൊന്നുമില്ല. അപ്പോഴേക്കും ശബ്ദം കേട്ട് അകത്തുനിന്ന് വിജയകുമാരി ടീച്ചറും ഇളയ മകൾ സ്മിതയും അങ്ങോട്ട് വന്നു. ഒപ്പം അനന്തുവും ഉണ്ടായിരുന്നു. അനന്തുവിൻ്റെ നെറ്റിയുടെ ഇടതുവശത്ത് ഒരു ചെറിയ ബാൻഡേജ് ഒട്ടിച്ചിരുന്നു. എന്താ രമണ ഈ രാത്രിയിൽ? വിജയകുമാരി ടീച്ചർ രമണൻ്റെ അടുത്ത് വന്നു. എന്താണോ? രമണൻ അനന്തുവിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. രാത്രിയിൽ ഞാൻ വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ ഈ മകൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. രവീന്ദ്രൻ മാഷ് അന്തം വിട്ടുനിന്നു. വിജയകുമാരി ടീച്ചറും. ഇരുവരും അനന്തുവിനെ ശ്രദ്ധിച്ചു. അവൻ്റെ മുഖം വിളറിയിരിക്കുന്നു. നീ എന്താ രമണ പറഞ്ഞു വരുന്നത്? എനിക്ക് ശരിക്കും മനസ്സിലായില്ല. മാഷ് അമ്പരപ്പ് വിടാതെ ചോദിച്ചു. എൻ്റെ അമ്മ വീട്ടിലില്ല, ഞാനും വീട്ടിലില്ലായിരുന്നു. തള്ളയില്ലാത്ത 3 പെൺകുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലുണ്ട് മാഷേ. ലാക്ക് നോക്കി എൻ്റെ വീട്ടിലേട്ട് ഒരുത്തനും വരണ്ടെന്ന് മനസ്സിലായോ? രമണൻ മര്യാദയ്ക്ക് സംസാരിക്കണം. എൻ്റെ മോൻ അത്തരക്കാരനല്ല, വിജയകുമാരി ടീച്ചർ പറഞ്ഞു. അത്തരക്കാരനാണോ അല്ലയോ എന്ന് മകനോട് ചോദിക്ക്. രമണൻ രോഷം കൊണ്ടു. അവൻ്റെ നെറ്റിയിൽ ആ മുറിവ് എങ്ങനെയാണ് ഉണ്ടായെന്ന് നിങ്ങൾ ചോദിക്ക്. അത് അവൻ ഈ മുറ്റത്ത് വീണതാ. ഈ മുറ്റത്തല്ല, എൻ്റെ മുറ്റത്ത് അവൻ വീണത്. ഞാൻ ആ കഴുത്തിന് പിടിച്ച് മുറ്റത്തേക്ക് തള്ളിയത്. എൻ്റെ പെൺമക്കളെ തൊടാനും കിരണ്ടാനും വന്ന കൊല്ലും ഞാൻ. രമണ, കള്ളു കുടിച്ച് ലെവല് കെട്ടുവന്ന് അതും ഇതും വിളിച്ചു പോവരുത്. ശരിയാ, ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് വെച്ച് ലെവല് കെട്ടിട്ടൊന്നുമില്ല. നീ പറയുന്ന നിന്റെ കുട്ടികളും എൻ്റെ അനന്തവുമൊക്കെ കുഞ്ഞുങ്ങളാണ്. അതുമറന്ന് നീ അതും ഇതും പറഞ്ഞുണ്ടാക്കരുത്, മാഷ് ഗൗരവത്തിൽ പറഞ്ഞു. മാഷിൻ്റെ മകൻ കുഞ്ഞാണോ എന്ന് മാഷ് തന്നെ അന്വേഷിക്ക്. പക്ഷേ ഒരു കാര്യം തീർച്ച, ഇനി അവനെ ഒരിക്കൽ കൂടി എൻ്റെ വീട്ടിൽ കണ്ടാൽ പച്ചയ്ക്ക് ചെത്തി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. താക്കീതോടെ അനന്തുവിനെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് രമണൻ സിറ്റൗട്ടിൽ നിന്ന് തിരിച്ചിറങ്ങാൻ ഒരുങ്ങി. രമണൻ നിൽക്ക്, മാഷു പറഞ്ഞു. രമണൻ നിന്നു. എന്താ രമണ? എൻ്റെ വീട്ടുമുറ്റത്ത് നിന്നാൽ നിന്റെ വീട് കാണാൻ അത്രയ്ക്ക് ദൂരമേ ഉള്ളൂ നമ്മൾ തമ്മിൽ. ശാന്തമായി രവീന്ദ്രൻ മാഷ് തുടർന്നു. നിന്റെ മകളെ എനിക്കറിയാം. കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ അവളെ എടുത്ത് ഓമനിച്ചിട്ടുണ്ട്. അവൾക്കിപ്പോഴും 12 തികഞ്ഞിട്ടില്ല. ഉവ്വോ?
രമണൻ്റെ മുഖത്ത് ഞരമ്പുകൾ എഴുന്നു നിന്നു. എൻ്റെ മോന് അടുത്ത ജനുവരിയിൽ 15 മാഷ് പറഞ്ഞു. മക്കളുടെ വയസ്സറിയാനും അറിയിക്കാനും വന്നതല്ല ഞാൻ, രമണൻ ഇടഞ്ഞു. മക്കളുടെ വയസ്സ് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം, ഒപ്പം അവരുടെ മനസ്സും. ഗൗരവത്തിലാണ് രവീന്ദ്രൻ മാഷ് പറഞ്ഞത്. എന്നുവെച്ചാൽ നിങ്ങളുടെ മകൻ തോന്നിയാസം കാട്ടിയാൽ ഞാനതങ്ങ് സമ്മതിച്ച് കയറൂരി വിട്ടേക്കണമെന്ന് അല്ലേ? പക്ഷേ അതെൻ്റെ വീട്ടിൽ നടക്കില്ല രമണ. മാഷിൻ്റെ സ്വരത്തിൽ ഗൗരവത്തിനപ്പുറം പരിഹാസവുമുണ്ടായി. നിന്റെ മകൾ ചെറിയ കുട്ടിയാണെന്ന് നീ മറക്കുന്നു. അത് അപകടമാണ്. ചെറിയ കുട്ടി ഇപ്പം മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പേ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കണക്കാ. അത് കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷുമാർ അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ പല കുട്ടികളും അങ്ങനെയായിരിക്കാം, അല്ലെന്ന് ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെയാണെന്ന് നീയും പറയരുത്. നിന്റെ മോളും എൻ്റെ മോനും നീ ആരോപിക്കുന്ന കുറ്റം മനസാവാച കർമ്മണ അറിയാത്തവരാണെങ്കിൽ അതവരുടെ മനസ്സിൽ ശക്തമായ മുറിവുണ്ടാക്കും, വേദനയുണ്ടാക്കും. അത് മറക്കരുത്. ഓ, നിങ്ങളുടെ മകനെ നിരപരാധിയാക്കാനുള്ള ശ്രമമാണല്ലേ? രമണൻ ചൊടിച്ചു. രമണ, നിന്നെപ്പോലെയല്ല ഞാൻ. നിന്റെ ലോകം ബസ്സാണ്. അതിനുള്ളിൽ കയറിയിറങ്ങി മിന്നിമാഞ്ഞു പോകുന്ന യാത്രക്കാരുടെ മുഖം നിന്റെ മനസ്സിൽ തങ്ങി നിന്നെന്ന് വരില്ല. മാഷ് ശാന്തനായി തുടർന്നു. പക്ഷേ 20 വർഷമായി ഒരു അധ്യാപകനാണ് ഞാൻ. LKG പ്രായത്തിൽ എൻ്റെ മുന്നിലെത്തുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ എന്നോട് യാത്ര പറഞ്ഞു പിരിയുന്നത് 17-ാം വയസ്സിൽ +2 കഴിഞ്ഞിട്ടാണ്. ആ കുഞ്ഞുങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വളരുന്നത് എൻ്റെ കൺമുന്നിൽ വെച്ചാണ്. അവരുടെ മനസ്സ് ഓരോ അധ്യാപകനും തുറന്ന പുസ്തകമാണ്. അങ്ങനെ വളർന്ന് മുതിർന്ന് യാത്ര പറയുന്ന 1000 കുഞ്ഞുങ്ങൾ ഒരായുസിൽ ഒരധ്യാപകന് മാത്രം കിട്ടുന്ന മഹാഭാഗ്യമാണ്. അപ്പോൾ കൊച്ചുങ്ങളൊക്കെ പച്ച പാവങ്ങളാണ് അല്ലേ? രമണന് ദേഷ്യം വന്നു. എന്നല്ല പറഞ്ഞു വരുന്നത്, മാഷ് വിശദീകരിച്ചു. അവരിൽ നന്മയുള്ള സ്വഭാവക്കാരും മോശ സ്വഭാവക്കാരുമുണ്ട്. ഓരോരുത്തരെയും പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരധ്യാപകന് കഴിയുമെന്നാണ്. അനന്തുവിനെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മാഷ് ബാക്കി പറഞ്ഞത്. കുഞ്ഞുങ്ങളുടെ മനസ്സ് അനലൈസ് ചെയ്തിട്ടുള്ള ഒരധ്യാപകൻ എന്ന നിലയിൽ, ഒരച്ഛൻ എന്ന നിലയിലും ഞാൻ പറയുന്നു, നീ പറഞ്ഞ കുറ്റം എൻ്റെ മോൻ ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ വന്ന് കള്ളം പറഞ്ഞതാണ് അല്ലേ? എന്നല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മോൻ്റെ മുഖം നിന്നെ കണ്ടപ്പോൾ വിളറി. അത് ഞാൻ കണ്ടു. പക്ഷേ അവൻ്റെ മുഖം കുനിഞ്ഞിട്ടില്ല, നോട്ടം പതറിയിട്ടില്ല. തെറ്റ് ചെയ്യാത്തവൻ്റെ മുഖം കുനിയില്ല രമണ. അത് നീ ആദ്യം മനസ്സിലാക്കണം. മാഷു പറഞ്ഞത് ഉൾക്കൊള്ളാൻ രമണന് കഴിഞ്ഞില്ല. അയാൾ അരിശത്തോടെ പറഞ്ഞു. മതി മാഷിൻ്റെ ഉപദേശം, എന്നോട് വേണ്ട. പറയുന്നതിനിടയിൽ തന്നെ അയാൾ മുറ്റത്തേക്ക് ചാടിയിറങ്ങി. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അനന്തുവിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. പറഞ്ഞത് കേട്ടല്ലോ, നീ ഇനി എൻ്റെ അതിർത്തിക്കുള്ളിൽ കയറരുത്. അഥവാ നിൻ്റെ മുഖം അവിടെങ്ങാനും കണ്ടാൽ ശരിക്കും അതൊരു ഭീഷണി തന്നെയായിരുന്നു. വിജയകുമാരി ടീച്ചറിന് അതൊട്ടും ഇഷ്ടമായില്ല. അവർ പൊട്ടിത്തെറിച്ചു. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. നീ എൻ്റെ മോനെ കൊല്ലാനും തിന്നാനും നന്നാക്കാനും വരണ്ട. അവനെ ഞങ്ങൾ നോക്കിക്കോളാം. നീ അങ്ങോട്ട് ചെല്ല്, നിൻ്റെ വീട്ടിലോട്ട്. മുളച്ചിട്ടേയുള്ളൂ നിൻ്റെ മോള്. അതിനു മുമ്പേ എൻ്റെ മോനെ വിളിച്ച് അവൾ വീട്ടിൽ കയറ്റിയെങ്കിൽ എന്താടാ അതിന്ന് മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് ആദ്യം നീ ചെന്ന് നിന്റെ മോളെ നിലയ്ക്ക് നിർത്ത്. അല്ല പിന്നെ. രമണൻ ആളിപ്പടർന്ന് ഗേറ്റിങ്ങിലേക്ക് പാഞ്ഞു. ഛേ, രവീന്ദ്രൻ മാഷ് ഭാര്യയുടെ നേർക്ക് നോക്കി. നീ എന്തൊക്കെയാ വിജയായി പുലമ്പിയത്? പിന്നെ ഞാൻ എന്തോ വേണം? വന്നപ്പോൾ മുതൽ അവൻ നമ്മുടെ മോൻ്റെ നേരെ വിറയ്ക്കുന്നു, താക്കീത് ചെയ്യുന്നു. അവൻ ആരാ നമ്മുടെ മോനെ കൊല്ലാനും തിന്നാനും? വിജയകുമാരി ടീച്ചറിന് അരിശം അടങ്ങിയില്ല. എന്നാലും നീ ഒരു ടീച്ചറല്ലേ, ആ സംസ്കാരം കാണിക്കണ്ടേ? അയ്യടാ, ഒരു ടീച്ചറിൻ്റെ സംസ്കാരം മുഴുവനെടുത്ത് നിങ്ങളവനെ ഉപദേശിച്ചല്ലോ. എന്നിട്ട് എന്തു പറ്റി? ടീച്ചർ പരിഹസിച്ചു. ഉപദേശിക്കുമ്പോൾ രവിയേട്ടൻ ഒരു കാര്യം മറക്കരുത്. ഉപദേശം കേൾക്കുന്നവൻ അതിന് യോഗ്യനാണോ എന്ന് മനസ്സിലാക്കാൻ. രവീന്ദ്രൻ മാഷ് സുല്ലിട്ടു. ടീച്ചർ മകൻ്റെ നേർക്ക് തിരിഞ്ഞു. നിന്നോട് ആര് പറഞ്ഞത് ആ പെണ്ണ് വിളിച്ചെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ? അതുകൊണ്ടല്ലേടാ കണ്ട ഡ്രൈവറുടെയൊക്കെ തല്ലും വാങ്ങി നെറ്റിയും പൊട്ടി ചോര ഒലിപ്പിച്ചുകൊണ്ട് വരേണ്ടി വന്നത്? അവർ അനന്തുവിനെ ശക്തമായ ഭാഷയിൽ ശാസിച്ചു. ഞാൻ അവിടെ പോയത് അധീനെ വിളിച്ചിട്ടൊന്നും അല്ലമ്മേ, അനന്തു പറഞ്ഞു. പിന്നെന്തിനാടാ നീ പോയത്? അതും രാത്രിയിൽ? വിജയകുമാരിക്കും മകനോട് ദേഷ്യത്തിനൊപ്പം വെറുപ്പും തോന്നി. അധീനയുടെ മുത്തശ്ശിയും രമണേട്ടനും ആ വീട്ടിലില്ലായിരുന്നു. സന്ധ്യ കഴിഞ്ഞ് അധീനയും അനിയത്തിമാരും തനിച്ചായിരുന്നു, അനന്തു പറഞ്ഞു. അവർ തനിച്ചായാൽ നിനക്കെന്താടാ? അന്ന് ഭാനു ചേച്ചി മരിക്കാൻ നമ്മളും കൂടി കാരണക്കാരനല്ലേ അമ്മേ? അനന്ത് ചോദിച്ചു. വിജയകുമാരിയുടെ ശൗരി ഇടിഞ്ഞു. രമണനെ അന്ന് ഡ്രൈവിങ്ങിന് കൂട്ടിക്കൊണ്ടുപോയത് താനാണ്. ഭാനു തലകറങ്ങി വീണപ്പോൾ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ അവളുടെ മരണം ഇത്ര പെട്ടെന്നുണ്ടാവില്ലായിരുന്നെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് വിജയകുമാരിക്കും അറിയാം. പക്ഷേ നമ്മളത് മനഃപൂർവ്വം ചെയ്തതൊന്നുമല്ലല്ലോ, അവർ തർക്കിച്ചു. നമ്മൾ കുറ്റമൊന്നും ചെയ്തെന്നല്ലമ്മേ ഞാൻ പറഞ്ഞത്. രാത്രി 7-8 മണിയായപ്പോൾ ബ്ലേഡ് പുന്നൂസ് ആ വീട്ടിലേക്ക് കയറുന്നത് ഞാൻ നമ്മുടെ മുറ്റത്ത് നിന്ന് കണ്ടു. ബ്ലേഡ് പുന്നൂസോ? മാഷ് ചോദിച്ചു.
അതെ അച്ഛാ, അധീനയും അനിയത്തിമാരും തനിച്ചുള്ള സമയത്ത് അയാൾ അവിടെ വന്നത് ഒട്ടും നല്ലതിനല്ലെന്ന് തോന്നി. അയാൾ ചീത്തയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെന്നത്. ചെല്ലുമ്പോൾ അയാൾ അധീനയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അയാളും ഞാനും തമ്മിൽ വഴക്കുണ്ടാക്കുകയും ചെയ്തു. അത് ശരി. എന്നിട്ട് അയാൾ പോയി കഴിഞ്ഞ് അതേക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രമണേട്ടൻ വന്നത്. രമണേട്ടൻ ഞങ്ങളെ തെറ്റിദ്ധരിച്ചു. ഇപ്പോഴോ വിജയെ, രവീന്ദ്രൻ മാഷ് ഭാര്യയെ നേരിട്ടു. നമ്മുടെ മക്കളെ നമ്മളെങ്കിലും അറിയണം, നമ്മളെങ്കിലും വിശ്വസിക്കണം. ശരി, വിജയകുമാരി പരാജയം സമ്മതിച്ചു. പക്ഷേ അവർ മകൻ്റെ നേർക്ക് തിരിഞ്ഞു. നടന്നതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് കഴിഞ്ഞു. ഇനി മേലിൽ ഭാനു മരിച്ചതിൻ്റെ കാരണവും പറഞ്ഞ് നീ ആ വീട്ടിൽ കയറിപ്പോകരുത്.